ഒരു പ്രായം ചെന്ന മുത്തശ്ശിക്ക് 2 പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ മുത്തശ്ശി എല്ലാ ദിവസവും 2 പാത്രങ്ങളും എടുത്ത് ദൂരെയുള്ള ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പോകും. 1.5 പാത്രം വെള്ളമേ വീട്ടിലെത്തൂ. കാരണം അരപ്പാത്രം വെള്ളം ഓട്ടയുള്ള പാത്രത്തിൽ നിന്ന് ചോർന്നു പോകും. ഓട്ടയില്ലാത്ത പാത്രം ഓട്ടയുള്ള പാത്രത്തിനെ എല്ലാ ദിവസവും കളിയാക്കും. എടാ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? നീ കാരണം ആ പാവം മുത്തശ്ശിക്ക് അരപ്പാത്രം വെള്ളമല്ലേ വീട്ടിലെത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതെല്ലാ ദിവസവും കേട്ട് ഓട്ടയുള്ള പാത്രത്തിന് സങ്കടമായി. മുത്തശ്ശി, ഇനി എനിക്ക് ജീവിക്കണം, എന്നെ അങ്ങ് കളഞ്ഞേക്ക്. ഞാൻ കാരണം അമ്മച്ചിക്ക് അരപ്പാത്രം വെള്ളമല്ലേ വീട്ടിലെത്തിക്കാൻ സാധിക്കുന്നുള്ളൂ, ബാക്കി വഴിയിൽ ചോർന്നു പോവുകയല്ലേ. പുഞ്ചരിച്ചുകൊണ്ട് മുത്തശ്ശി ആ പാത്രത്തിനോട് പറഞ്ഞു, മോനെ, നീ കണ്ടോ, എന്നും നീ വരുന്ന വഴിയിലെ, നീ വരുന്ന പാതയോരങ്ങളിലെ ചെടികളിൽ മാത്രമേ പൂക്കൾ വിടർന്നിട്ടുള്ളൂ. എന്നും നീ നനച്ച ചെടിയിലെ പൂക്കൾ കൊണ്ടാണ് എന്റെ പ്രാർത്ഥനാ മുറിയിലെ എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുമായിരുന്നു? ആരിലെയും ഏതിലെയും നന്മ കാണാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. എല്ലാവർക്കും നന്മയുണ്ട്. നന്മയില്ലാത്ത ഏത് മനുഷ്യരാണുള്ളത്? നമ്മുടെ അപ്പനോടും അമ്മയോടും ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടുമൊക്കെ അവരുടെ കുറവുകൾ മാത്രം പറയാതെ അവരിലെ നന്മ കൂടി പറയുവാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ.